തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ സമരം 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ ആശാ സമരയാത്ര സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം 4ാം ഘട്ടത്തിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തോടൊപ്പം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്ന വിധത്തിൽ ആശമാരുടെ രാപ്പകൽ സമരയാത്ര ആരംഭിക്കും. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സമരയാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്തെത്തും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു ആയിരിക്കും ജാഥ ക്യാപ്റ്റൻ. മെയ് 1-ന് ലോക തൊഴിലാളി ദിനത്തിൽ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. ഇവിടെ നടക്കുന്ന രാപ്പകൽ സമരവും അതേപോലെ അനിശ്ചിതകാല നിരാഹാര സമരവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന മെയ് 5 മുതൽ കാസർഗോഡ് നിന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ്. അതായത് ആശമാരുടെ രാപ്പകൽ സമരയാത്ര. ആശമാരുടെ രാപ്പകൽ സമരയാത്ര സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം എന്ന രീതിയിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ജൂൺ 17-ന് എത്തിച്ചേരുന്ന വിധത്തിൽ അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നടക്കുന്ന സ്വീകരണ പരിപാടികളിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. അതേസമയം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുവരുന്ന ആശമാരുടെ രാപ്പകൽ അതിജീവന സമരം ഇന്ന് 71ാം ദിവസമാണ്. അനിശ്ചിതകാല നിരാഹാര സമരം 1 മാസം പിന്നിട്ടു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.